തൃശൂർ വെച്ച് തമിഴ്നാട് പോലീസിന്റെ പിടിയിൽ നിന്ന് കടന്നു കളഞ്ഞ കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകൻ കേരളം വിട്ടെന്ന സൂചന. പ്രതിക്കായി തെങ്കാശി, പൊള്ളാച്ചി ഉൾപ്പെടെ തമിഴ്നാട്ടിലെ വിവിധയിടങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധനയ്ക്ക് തൃശൂരിൽ നിന്നുള്ള പോലീസ് സംഘം തമിഴ്നാട്ടിലേക്ക് തിരിക്കും. അതേസമയം തമിഴ്നാട് പോലീസിനൊപ്പം ബാലമുരുകൻ ആലത്തൂരിൽ നിന്ന് ഭക്ഷണം കഴിച്ച ഹോട്ടലിലെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഭക്ഷണം കഴിച്ച ശേഷം പുറത്തിറക്കുമ്പോൾ ബാലമുരുകന് കൈവിലങ്ങില്ല. ആ ദൃശ്യങ്ങളൊന്ന് കാണാം. ഇതിനിടെ വിയ്യൂർ ഭാഗത്തു നിന്ന് സ്കൂട്ടർ മോഷണം പോയതിൽ ബാലമുരുകന് പങ്കുണ്ടോ എന്നും ഒരു സംശയം ഉയർന്നിട്ടുണ്ട്. രാത്രി 11 മണി വരെ വീട്ടിൽ ലൈറ്റ് ഉണ്ടായിരുന്നു. അതുവരെ പോയിണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ താക്കോൽ അതുമന്നെ ഉണ്ടായിരുന്നു. ഹെൽമെറ്റും കൊണ്ടുപോയിട്ടുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് വെച്ചിരുന്ന വണ്ടിയാണ്. ഉച്ച നേരത്ത് കൊടുന്ന് വെച്ചിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ 2 സ്കൂട്ടറുള്ള കാരണം കൊണ്ട് ഞാൻ പുറത്തേക്ക് പോയത് ഈ വെള്ള സ്കൂട്ടറുമ്പിലാണ്. നമ്പർ KL 08CA 9534 കടുന്നീല കളറുള്ളത്. ഈ പോലീസിൽ ഇവർ അറിയിച്ചത് എപ്പോഴാണ്? കാലത്ത് ഒരു 6:30 മണി നേരത്ത് വിളിച്ചു. അവർ വളരെ എഫിഷ്യൻ്റായിട്ട് അവർ വന്നിരുന്നു. ഇപ്പോൾ തമിഴ്നാട് പോലീസ് എല്ലാവരും കൂടെ രംഗത്തുണ്ട്. പോലീസിൻ്റെ സൈഡിൽ നിന്ന് കണ്ടമാൻ നല്ല എൻക്വയറി ഉണ്ട്. ആ വീട്ടിൽ CCTV ഉണ്ട്, അവിടെ നോക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും നോക്കുന്നുണ്ട്. അവർ നല്ല കാര്യക്ഷമമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. റാഫി കരീം വിശദാംശങ്ങളുമായി. റാഫി, ബാലമുരുകൻ ചാടിപ്പോയിട്ട് ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തൃശ്ശൂരും പരിസര പ്രദേശങ്ങളും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയിരുന്നു. ഇപ്പോൾ കേരളം തന്നെ വിട്ടിട്ടുണ്ടാകാം ഈ പ്രതി എന്ന സംശയത്തിലാണോ പോലീസ്? അനുജ, തീർച്ചയായും ബാലമുരുകൻ കേരളത്തിന് പുറത്ത് എത്തിയിട്ടുണ്ട് എന്നുള്ള സംശയമാണ് പോലീസിനുള്ളത്. കാരണം നേരത്തെ തന്നെ ബാലമുരുകൻ രക്ഷപ്പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് ചില വിവരങ്ങൾ പങ്കുവച്ചിരുന്നു. ബാലമുരുകൻ്റെ ഒരു രീതി ഇതിനു മുൻപ് രക്ഷപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്നതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. കാരണം രക്ഷപ്പെടുന്നു, ഏതെങ്കിലും ഒരു ഇടത്ത് ഒളിച്ചിരിക്കുന്നു, ഈ തെരച്ചിലും മറ്റു കാര്യങ്ങളും ഒന്ന് ശാന്തമായതിനു ശേഷം അവിടെ നിന്ന് പുറത്തെത്തി ഒരു വാഹനം മോഷ്ടിച്ച് തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെടുന്നു. ഇതായിരുന്നു ബാലമുരുകൻ്റെ രീതി. അത് തന്നെ സംഭവിച്ചിട്ടുണ്ടാകാം എന്നുള്ളതാണ് പോലീസ് സംശയിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിലെ വിവിധയിടങ്ങളിൽ തെരച്ചിൽ നടത്താനുള്ള തീരുമാനത്തിലേക്ക് ഈ പോലീസ് സംഘം എത്തിയിരിക്കുന്നത്. പാലക്കാടിന് അപ്പുറം, അതായത് പൊള്ളാച്ചി കേന്ദ്രീകരിച്ച് പരിശോധന നടത്താനാണ് നിലവിൽ തൃശ്ശൂർ പോലീസിൻ്റെ ഒരു തീരുമാനം. അതിൽ തമിഴ്നാട് പോലീസ് സംഘം കൂടി ഈ പരിശോധനയ്ക്ക് ഒപ്പമുണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ തെങ്കാശിയിലും തമിഴ്നാട് പോലീസിൻ്റെ ഒരു സംഘം പരിശോധന നടത്തുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തെങ്കാശിയാണ് ഈ ബാലമുരുകൻ്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം. ബാലമുരുകൻ്റെ ദേശമാണ് തെങ്കാശി. അവിടെ ബാലമുരുകന് വിവിധ സംഘങ്ങളുമായി ബന്ധമുണ്ട്, ഒളിസങ്കേതങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തമിഴ്നാട് പോലീസ് തെങ്കാശിയിൽ പരിശോധന നടത്തുന്നത്. ഒപ്പം തന്നെ ബാലമുരുകൻ രക്ഷപ്പെട്ടത് പാലക്കാട് വഴി പൊള്ളാച്ചിയിലേക്ക് ആകാം എന്നുള്ളൊരു സംശയമാണ് മറ്റൊന്നായിട്ടുള്ളത്. അതാണ് തൃശ്ശൂർ പോലീസിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ടാണ് ഈ ജില്ലാ അതിർത്തികളും കടന്ന് സംസ്ഥാന അതിർത്തിക്ക് അപ്പുറത്തേക്ക് പരിശോധനകൾ നീട്ടാൻ തൃശ്ശൂർ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് തൃശ്ശൂരിൽ നിന്നുള്ളൊരു സംഘം പൊള്ളാച്ചിയിലേക്ക് യാത്ര തിരിക്കും എന്നുള്ളത് പുറത്തു വരുന്നത്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന ഒരു സംഭവം എന്നുള്ളത് ഈ വിയ്യൂർ പോലീസ് സ്റ്റേഷൻ്റെയും വിയ്യൂർ ജയിലിൻ്റെയും പരിസരത്ത് നിന്ന് ഒരു സ്കൂട്ടർ മോഷണം പോയിരിക്കുന്നു എന്നുള്ളതാണ്. ആ സ്കൂട്ടർ മോഷണം പോയിരിക്കുന്നത് വിയ്യൂരിൻ്റെ ഈ ബാലമുരുകൻ രക്ഷപ്പെട്ട പ്രദേശത്ത് നിന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ മാത്രം മാറിയാണ്. കഴിഞ്ഞ തവണ ബാലമുരുകൻ രക്ഷപ്പെട്ടപ്പോൾ ഇതേ സ്ഥലത്ത് നിന്ന് തൊട്ട് മാറിയുള്ളൊരു സ്ഥലത്തെ ഒരു ബൈക്ക് മോഷ്ടിച്ചാണ് ഇവിടെ നിന്ന് കടന്നത്. അതുകൊണ്ട് ഈ മേഖലയെല്ലാം ബാലമുരുകൻ അറിയാം. ആ നിലയിൽ ബാലമുരുകൻ തന്നെയാകാം ഈ സ്കൂട്ടർ മോഷ്ടിച്ചത് എന്നുള്ളൊരു സംശയം പോലീസിനുണ്ട്. ഇന്നലെ രാത്രി 11 മണിക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു സ്കൂട്ടർ മോഷണം പോകുന്നത്. ആ മോഷണത്തിന് തൊട്ട് പിന്നാലെ ബാലമുരുകനാണോ ഈ മോഷണം നടത്തിയതെന്നുള്ളൊരു പരിശോധന പോലീസ് നടത്തുന്നുണ്ട്. CCTV ദൃശ്യങ്ങളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് CCTV ദൃശ്യങ്ങൾ നോക്കി അത് ബാലമുരുകൻ തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കുന്നതിനുള്ള വേണ്ടിയുള്ളൊരു നീക്കമാണ് വിയ്യൂർ പോലീസ് നിലവിൽ നടത്തുന്നത്. ബാലമുരുകൻ തന്നെയാണ് ആ സ്കൂട്ടർ മോഷ്ടിച്ചതെങ്കിൽ അതിന് ആ സ്കൂട്ടർ പോകുന്നതനുസരിച്ചുള്ള സമയം കേന്ദ്രീകരിച്ച് ആ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്തുക എന്നുള്ളതാണ്. അത് വലിയൊരു ശ്രമകരമായ ദൗത്യമായിരിക്കും എന്തായാലും പോലീസിന് മുന്നിലുള്ളത്. 11 മണിക്ക് ശേഷമാണ് ഈ മോഷണം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം, വ്യാപകമായ തിരച്ചിൽ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. അനുജ, അതാണ് ബാലമുരുകൻ കേരളം വിട്ടു എന്നൊരു സംശയത്തിലാണ് നിലവിൽ പോലീസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ കേരളം വിട്ടുള്ള പരിശോധനയിലേക്ക് പോലീസും കടന്നിരിക്കുന്നു എന്ന വിവരമാണ് റാഫി കരീം നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.